നമ്മുടെ ഈ ഗോളാന്തര സിനിമയിലെ ഒരു രംഗാണ്. ഗോളാന്തര സിനിമ. അപ്പൊ അതില് ഈ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്നുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടേത്. അപ്പൊ മമ്മൂട്ടി ഈ കഥാപാത്രം വെച്ച് അവിടെ കാരക്കൂട്ടത്തിൽ ദാസൻ, കാരക്കൂട്ടത്തിൽ എന്നല്ല കാരക്കൂട്ടിൽ ദാസൻ, അത് പറഞ്ഞു അങ്ങനെ ആയതാ. ഈ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ആയതാണ്. അപ്പോ കാരക്കൂട്ടിൽ ദാസൻ. അപ്പൊ ഈ ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം സ്ഥലത്തെ പ്രധാന ഗുണ്ടയാണ്. സ്ഥലത്തെ പ്രധാന ഗുണ്ടയെ നന്നാക്കാൻ വേണ്ടി മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പെട്ടിക്കാട്ടിട്ട് കൊടുക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശങ്കരാടി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അതൊന്ന് കേൾക്കണം, നല്ലതാണ്. ഇപ്പൊ കുന്നംകുളത്തും തൃശ്ശൂരിലും നടക്കുന്നത് അതാണ്. AICC നേതാവ് ചെല്ലുന്നു, അദ്ദേഹം മോതിരം കൊടുക്കുന്നു. വേറെ ഒരു നേതാവ് ചെല്ലുന്നു, അദ്ദേഹം സ്വർണമാലയിടുന്നു. ഈ നിലയില് ഇദ്ദേഹത്തെ വെളുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം ചെറുതല്ല. നമുക്കറിയാം, ഈ പറഞ്ഞ കേസിന് ആധാരമായ സംഭവങ്ങൾ, ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാച്ച് തകർന്നിട്ടുണ്ട്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കേസുണ്ട്. ഈ കേസിലെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം 10-11 കേസിൽ പ്രതിയാണ്. ചിലത് രാഷ്ട്രീയ സമരങ്ങളാണ്, അത് ഇരിക്കട്ടെ, നമുക്ക് മാറ്റാം. പക്ഷേ ക്രൈം നമ്പർ 386 2019-2018 വർഷം 26/3/2019 പിന്നെ ഉണ്ടായൊരു സംഭവം, കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് പരിധിയിൽ പൊതുജനങ്ങൾക്ക് സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തത്തക്ക വിധം തുടർച്ചയായി ക്രമസമാധാന പ്രശ്നങ്ങൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് രാത്രിയിൽ പയ്യൂരിൽ വെച്ച് ഇരുമ്പ് പൈപ്പ്, വാൾ എന്നിവ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തില് പ്രതിയാണ് ഇദ്ദേഹം. അപ്പൊ അതുപോലെ തന്നെ ഐക്കുളങ്ങര ക്ഷേത്ര ചടങ്ങിനനുബന്ധിച്ചുള്ള ക്ഷേത്ര ചടങ്ങുകളിലെ അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ക്രമസമാധാന പ്രശ്നത്തിന്റെ പേരിലും ഇദ്ദേഹം പ്രതിയാണ്. ഈ രീതിയിൽ അദ്ദേഹത്തിന് ഒരു കേസ് ഡയറി ഉണ്ട്. ഈ രീതിയിൽ ഒരു കേസ് ഡയറി ഉണ്ട്. അപ്പൊ അത്തരത്തില് ഒരു കേസ് ഡയറി ഉള്ള ഒരാള് പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ കയറി ഇടപെടുന്നു. ആ സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ വിഷയമുണ്ടായി. ഇപ്പോ വളരെ മഹാനായി ചിത്രീകരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ, സ്ഥാനക്കയറ്റമൊക്കെ കൊടുത്ത നേതാവ്, അവിടെ ഒരു പ്രകടനം പോലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയില്ല. ആ ഘട്ടത്തിൽ ഒരു പന്തംകുളത്തി പ്രകടനം പോലും അന്ന് നടത്തിയില്ല. അപ്പൊ അത് നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയാണ്. അപ്പൊ ഈ നിലയിലെ നിരവധി കേസുകളിലെ പ്രതിയായിരുന്ന ഒരാള് അത്തരത്തിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരെ നടന്ന ഒരു സംഭവത്തിലാണ്. എങ്കിലും ലോക്കപ്പിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളെ ഒരു കാരണവശാലും അംഗീകരിച്ചുകൊണ്ടല്ല ഗവൺമെന്റ് എന്ന രീതിയിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് സംരക്ഷണ സ്വഭാവങ്ങള് നമുക്ക് നല്ലവണ്ണം അറിയാലോ, അല്ലെ? നമുക്ക് അത്യാവശ്യം നന്നായി അറിയുന്നതാണ്. മലദ്വാരത്തില് കമ്പി കയറ്റിയ ഡിവൈഎസ്പിയെ കണ്ണൂരിൽ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം നമുക്കറിയാലോ. ആലുവ പിന്നെ യാക്കോബ പള്ളിയിലെ പോലീസ് അഴിഞ്ഞാട്ടം, കന്യാസ്ത്രീകളെ പോലും വെറുതെ വിടാതെ നടത്തിയ ആക്രമിച്ച പോലീസുകാർക്കെതിരായി നിങ്ങൾ നടപടി സ്വീകരിച്ചോ? ഭൂമിക്കായി സമരം ചെയ്ത ആദിവാസി യുവാവ് ജോഗിയെ, അദ്ദേഹത്തെ പിന്നെ കൊലപ്പെടുത്തിയ സംഭവം, സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ച സംഭവം, നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അപ്പോ ശിവഗിരിയിൽ പോലീസ് നടത്തിയ നരവേട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി ന്യായീകരിച്ചില്ലേ? സംഘർഷമുണ്ടായാൽ പിന്നെ എന്തു ചെയ്യും എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്. അങ്ങനെ പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സ്വീകരിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തെ ശക്തിയായി എതിർക്കുന്നു. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.